ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ശ്ലീഹായാൽ AD 52 സ്ഥാപിതമായ മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയുടെ ഏറ്റവും വലിയ ഭദ്രാസനങ്ങളിൽ ഒന്നായ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന കാനഡയിലെ ആദ്യത്തെ ഇടവകയിൽ ഒന്നാണ് 1972 സ്ഥാപിതമായ കനേഡിയൻ മാർത്തോമ്മ ഇടവക. ആദ്യത്തെ ആരാധന ട്രിനിറ്റി കോളേജിൽ വെച്ച് നടത്തുകയുണ്ടായി. 1981 സഭ ഈ ആരാധന സമൂഹത്തെ ഒരു ഇടവകയായി ഉയർത്തി. സഭ ജീവിക്കുന്നത് ഇടവകയിലൂടെയാണ്. വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും പ്രത്യാശയുടെയും ഒരു സമൂഹമായി ഈ ഇടവക സ്ഥിതി ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് ആരാധന നടത്തി വന്ന ഈ ഇടവക 2014 സ്റ്റാഫ്വിൽ എന്ന സ്ഥലത്ത് 2.45 ഏക്കർ സ്ഥലം വാങ്ങുകയുണ്ടായി. 2016 ഭാഗ്യസ്മരണീയനായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത അടിസ്ഥാന സ്ഥല സ്ഥാപിച്ച് 2017 കൂദാശ ചെയ്ത് ആരാധനയ്ക്കായി സമർപ്പിച്ചു. ഇന്ന് കാനഡയിലുള്ള പള്ളികളിൽ വെച്ച് വലിപ്പം കൊണ്ട് ഏറ്റവും മുന്നിലാണ് കനേഡിയൻ മാർത്തോമ്മ ഇടവക. റവറൻ ഡോക്ടർ സുബിൻ ജോൺ വികാരിയായി കുടുംബമായി ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്തു വരുന്നു. ടൊറൻ്റോ പട്ടണത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഇടവക വിശ്വാസ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. മാർത്തോമ്മ സഭയുടെ ആപ്തവാക്യം ലൈറ്റഡ് ടു ലൈറ്റേൺ എന്നതാണ്. ആയിരിക്കുന്ന സമൂഹത്തിൽ ഉപ്പും വെളിച്ചവുമാകാനാണ് ഓരോ ഇടവകയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കനേഡിയൻ മാർത്തോമ്മ ഇടവക ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റിക്രിയേഷനും മറ്റുമായി കൂടി വരുവാൻ ഒരു സ്ഥലം, ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന സ്വപ്നം. 2026 ഏപ്രിൽ 5 ഈസ്റ്റർ ദിനത്തിൽ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിമന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനി അടിസ്ഥാന സ്ഥില സ്ഥാപിച്ച് പണികൾ ആരംഭിക്കുവാൻ ഇടയായി. ഇതിൻ്റെ പണികൾക്കായി പരിശ്രമിക്കുന്ന ഇടവക ജനങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ചുമതലക്കാർ, പ്രത്യേകിച്ച് ഇടവക വികാരി റവറൻ ഡോക്ടർ സുബിൻ ജോണച്ചൻ എന്നിവർ അഭിനന്ദനം അർഹിക്കുന്നു. വിശേഷ ദിന ആരാധനകൾക്ക് വികാരിയും ഇടവക ചുമതലക്കാരും അൽമായ ശുശ്രൂഷകരും പ്രത്യേകം ക്രമീകരണം ചെയ്ത് നടത്തുന്നത് പ്രശംസിക്കത്തക്ക ഒന്ന് തന്നെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായിട്ടുള്ള ഒരു താങ്ങായി സമൂഹത്തിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നത് കനേഡിയൻ മാർത്തോമ്മ ഇടവകയുടെ ഒന്നാമത്തെ കടമയായി കണ്ട് പ്രവർത്തിക്കുന്നു. ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് ഇടവകയുടെ ഒരു വലിയ ലക്ഷ്യമാണ് എന്നതിൻ്റെ തെളിവാണ് പത്മഭൂഷൺ ഭാഗ്യസ്മരണീയനായ പീലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ്മ മെത്രാപ്പൊലീത്തയുടെ നവതിയോട് അനുബന്ധിച്ച് ഈ ഇടവക 52 വീടുകൾ നിർമ്മിച്ചു കൊടുത്തത്. ടൊറൻ്റോയിലുള്ള പ്രാദേശിക ആശുപത്രികൾക്ക്
ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങുവാൻ സഹായം നൽകുന്നു. അനേകം രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി വരുന്നു. കോവിഡ് കാലത്ത് പ്രത്യേക സംഭാവനകളും നൽകി തദ്ദേശ നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകി സഹായിക്കുന്നു. ഇടവകയുടെ മറ്റൊരു വലിയ സാമൂഹിക പ്രവർത്തനമാണ് ഫുഡ് ബാങ്കിന് നൽകുന്ന സഹായം. ഈ രീതിയിൽ ഈ പ്രദേശത്ത് കനേഡിയൻ ഇടവക വിവിധ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നത് ദൈവരാജ്യ പ്രവർത്തനമായി നമുക്ക് കാണാം. കനേഡിയൻ മാർത്തോമ ഇടവക ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നിന്ന് ആരാധിക്കുകയും ഓരോ വ്യക്തിയുടെയും ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുകയും സമൂഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വിശ്വാസികളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വികാരി റവറൻഡ് ഡോക്ടർ സുബിൻ ജോൺ അച്ഛൻ, ഇടവക ചുമതലക്കാർ, കൈസാന സമിതി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ ഇവരെല്ലാം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കനേഡിയൻ മാർത്തോമ ഇടവകയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.